बहुत ध्यान से परमेश्वर का वचन सुने, आत्मा से, आत्मा की अधीनता में रहें और परमेश्वर का वचन सुने और उसका लाभ हमारे जीवनों में हम मनाएं। पास्टर जैन जी। പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ലഭിച്ചതോർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. प्रभु के वचन के सामने एक और आशीषित मौका मिलने के लिए हम प्रभु को धन्यवाद दें। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന ദൈവവചന ഭാഗത്തിൽ നിന്നാണ്. परमेश्वर के वचन में से पहाड़ी उपदेश नाम के हिस्से को इन दिनों में हम सीख रहे हैं। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്. पिछले दिनों में हमने मत्ती का सुसमाचार 5वां अध्याय उसके 20वें वचन में से हमने देखना शुरू किया था। ആ വാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. वो वचन इस तरह से है, मत्ती 5:20, क्योंकि मैं तुमसे कहता हूं कि यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर न हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने न पाओ। കഴിഞ്ഞ കാല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഈ ചെറിയ സമയത്തിലൊക്കെ ഞാൻ ചുറ്റുപാടുമൊന്ന് നോക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവസഭകളിലേക്ക്, ദൈവ മക്കളിലേക്ക്, മറ്റുള്ളവരുടെ ശുശ്രൂഷകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. पिछले दिनों की और अपनी जिंदगी की जब मैं मुड़कर देखता हूँ, उसके साथ साथ जो थोड़ा जो समय प्रभु ने मुझे दिया, उस समय में मैं अपने चारों ओर अपने आसपास की कलीसियाओं को, सेवकाइयों को जब देखता हूँ तो कुछ ऐसी बातें हैं जो साफ साफ मुझे समझ में आती है। ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്ന നമ്മൾ, അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് ദൈവ മക്കളായി തീർന്ന നമ്മൾ സഭയ്ക്കകത്ത് നിന്ന് പുറത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെ ഭാരത്തോടെ പറയാറുണ്ട്, ഇവരെല്ലാം നിത്യനരകത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. परमेश्वर के लहू से, प्रभु के लहू से छुटकारा पाकर कलीसिया का अंग बने हुए हम लोग जब बाहर की दुनिया को देखते हैं तो हम बड़े बोझ के साथ में ये कहते हैं कि ये सब लोग तो अनंत नरक की ओर जा रहे हैं। നമ്മളിൽ പലരും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഒരു വലിയ വില കൊടുത്ത് തന്നെയാണ്. വെറുതെ വന്നവരായിട്ടല്ല, നമ്മൾ പലപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നത് വില കൊടുത്ത് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. हम में से बहुत सारे लोग प्रभु में एक बहुत बड़ी कीमत चुका कर आए हैं, ऐसे ही खाली नहीं आ गए हैं, बहुत बड़ी कीमत चुका कर आए हैं और शायद कई लोग आज भी बहुत बड़ी कीमत चुका कर इसमें बने हुए हैं। ഞാൻ പറയുന്നതിന്റെ സാരം ഇതാണ്: നമ്മൾ സഭയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവരെ കുറിച്ച് പറയും അവർ നിത്യനരകത്തിലേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ നമ്മൾ സഭയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സഭയ്ക്കുള്ളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും വ്യത്യസ്തരല്ലാത്ത അനേകരെ നമ്മുടെ സഭകൾക്കുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. मेरे कहने का मतलब ये है कि हम कलीसिया के अंदर बैठकर कलीसिया के बाहर वाले लोगों के बारे में कहते हैं कि वो अनंत नरक की ओर जा रहे हैं, पर अगर हम कलीसिया के अंदर एक नजर दौड़ाएं तो हमें कलीसिया के अंदर कई ऐसे मिल जाएंगे जिनकी जिंदगी बाहर के लोगों से कुछ अलग नहीं है। അവരിതിനകത്ത് വന്നിട്ടും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പുറത്തെ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നുവോ ഒരു പക്ഷേ ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതിനേക്കാൾ കഷ്ടമായിട്ടാണ് ദൈവമക്കളെന്ന് പറയുന്ന പലരുടെയും ജീവിതം നമ്മൾ കാണുന്നത്. अंदर वो आए हैं पर अंदर आने के बाद उनकी जिंदगी में कोई बदलाव नहीं आया और शायद कई तो ऐसे लोग हैं जिनको अगर बाहर वालों की जिंदगी के साथ आप अगर तुलना करें तो शायद उनसे भी बदतर जिंदगी वो कलीसिया के अंदर जी रहे हैं। സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാം? സഭയ്ക്കുള്ളിലേക്ക് വന്നത് കൊണ്ട് യേശു കർത്താവ് എന്റെ ദൈവവും കർത്താവുമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിലെത്തുമോ? भाइयों, आप में से कितने लोग इस बात को जानते हैं कि कलीसिया के अंदर आने से या प्रभु यीशु मेरा प्रभु और मुक्तिदाता है, सिर्फ ये कहने से क्या हम स्वर्ग में पहुंच जाएंगे? ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വാക്യമാണ്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. यहाँ 20वें पद में हम पढ़ते हैं, प्रभु के मुंह से निकला हुआ वचन है, वो कहता है, मैं तुमसे कहता हूं
यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर न हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने ना पाओगे। സഹോദര സഹോദരി, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണമേ. സഭയ്ക്കകത്ത് വന്നിരുന്നത് കൊണ്ട് നമുക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. കാരണം സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന വിസിറ്റേഴ്സ് ഉണ്ട്, വചനം കേൾക്കുവാനായി കടന്നു വരുന്ന മനുഷ്യരുണ്ട്. അവരും നമ്മളുമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല. भाइयों और बहनों, इस बात को हमें समझना है कि कलीसिया के अंदर आकर बैठने से कोई बदलाव नहीं आने वाला, क्योंकि कलीसिया के अंदर आगंतुक मेहमान लोग होते हैं, वो आते हैं, वचन को आते हैं, वो सुनते हैं और वो चले जाते हैं। हम में से और उनमें कोई ज्यादा फर्क नहीं है। കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് നാം കേൾക്കുന്ന വചനത്തെ അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. अगर प्रभु हमारे अंदर कोई काम ना करे और पवित्र आत्मा की अधीनता में रहकर अगर हम परमेश्वर के वचन को नहीं मानते हैं तो हमारी जिंदगी में कोई बदलाव नहीं आने वाला। കർത്താവിനോടുകൂടെ വസിക്കുവാൻ, സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം ഒരു വ്യക്തമായ നീതി, ഒരു വ്യത്യസ്തമായ നീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. प्रभु के साथ वास करने के लिए, स्वर्ग में पहुंचने के लिए हमारी एक अलग धार्मिकता, एक खास धार्मिकता होनी जरूरी है। സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ്. ദൈവവചനം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശവുമായി നോക്കുമ്പോൾ അതുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. भाइयों, अपने चारों ओर आप एक बार नजर दौड़ाएं। जो लोग खुद को मसीही कहते हैं, मसीह से उनका कोई नाता नहीं है। प्रेरितों के जो उपदेश है, उन्होंने जो शिक्षाएं दी है, उनके हिसाब से अगर तुलना करें तो उससे उनका दूर दूर तक कोई नाता नहीं है। നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വചനത്തിൽ നിന്ന് വെളിച്ചം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ സഹോദരങ്ങളെന്ന് പറയുന്നവരോട് പറയണം, സഹോദര സഹോദരി, നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിനേക്കാൾ ആഴമേറിയതാണ്. जब वचन का प्रकाशन हमें मिल रहा है तो हमारी ये जिम्मेदारी है कि हम अपने आसपास के इन भाइयों बहनों से हम ये कहें कि भाई बहन, तू जैसा सोच रहा है मसीही जिंदगी वैसी नहीं है, ये उससे कहीं ज्यादा गहरी है। അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലും ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് നാം സ്വയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. इसीलिए आज जब हम इस शाम के समय प्रभु के वचन के सामने बैठे हैं तो हमें समझना है कि हमारी एक बड़ी जिम्मेदारी है। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയേണ്ടതായിട്ടുണ്ട്. पिछली क्लास में हमने इस बात को सुना कि प्रभु कहता है कि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर होनी चाहिए। പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എത്രമാത്രം ഉന്നതമായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. फरीसियों और शास्त्रियों की धार्मिकता कितनी श्रेष्ठ थी, ऊंची थी, इसके बारे में पिछली क्लास में हम सुन चुके हैं। അവർ അതിനുവേണ്ടി എന്ത് വിലയാണ് കൊടുത്തതെന്നും ഇപ്പോൾ യഹൂദജനം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. उसके लिए उन्होंने क्या कीमत चुकाई और आज भी यहूदी उसकी क्या कीमत चुका रहे हैं, इसको भी हमने देखा। എന്നാൽ കർത്താവ് പറയുകയാണ്, അതിനേക്കാൾ അധികം നീതിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ പിന്നാലെ വന്ന ക്രിസ്തീയരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. पर प्रभु ये कह रहा है कि हमारी जिंदगी में या फिर जो प्रभु के पीछे चलने वाले जो मसीही है उनकी जिंदगी में धार्मिकता इससे बढ़कर होनी चाहिए। അതിന് കാരണം ഇതാണ്, യഹൂദന്മാരുടെയും പരീശന്മാരുടെയും നീതി എന്ന് പറയുന്നത് പുറത്തുള്ള നീതിയാണ്, എക്സ്റ്റേണൽ റൈച്ചസ്നെസ് ആണ്. എന്നാൽ കർത്താവ് പറയുന്നു, നീ പുറത്ത് കാണിക്കുന്ന നീതി നിന്റെ ഉള്ളിലില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. इसका कारण ये है कि जो शास्त्री और फरीसी, जो यहूदियों की जो धार्मिकता है वो बाहरी धार्मिकता है, पर प्रभु ये कह रहा है कि अगर तुझे स्वर्ग के राज्य में प्रवेश करना है तो जो धार्मिकता तू बाहर दिखा रहा है वही धार्मिकता तेरे अंदर होनी चाहिए। അവരുടെ ജീവിതത്തിൽ അവരുടെ ചിന്ത ഒന്ന് മാത്രമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ അംഗീകരിക്കപ്പെടണം, മറ്റുള്ളവർ ഞങ്ങളെ ബഹുമാനിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ വിശുദ്ധന്മാരാണെന്നുള്ള പേര് വരണം, ന്യായപ്രമാണ പ്രകാരം പുറത്തു നീതിയുള്ളവരായി ഞങ്ങൾക്ക് ജീവിക്കണം. उनकी सोच सिर्फ इतनी है कि दूसरे लोग हमें मान दें, दूसरे लोग हमारा आदर करें, दूसरों के सामने हम पवित्र और धर्मी माने जाएं। व्यवस्था के मामले में वो सिर्फ बाहर धार्मिकता दिखाते हैं।
സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയായിരുന്നാലും അത് വിഷയമല്ല. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്ത് ചിന്തിച്ചാലും എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മറ്റുള്ളവർ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ വന്നാലും ശരി, അത് വിഷയമായിരുന്നില്ല പഴയ നിയമത്തിൽ പരീശന്മാർക്കും സദൂക്യർക്കും. निजी जिंदगी चाहे कैसी भी हो, कोई फर्क नहीं पड़ता। जब हम अकेले बैठते हैं तो चाहे जो मन में आए सोचें, जो मन में आए देखें, चाहे दिल के अंदर कितने भी रहस्यों को छिपा कर आप रखें। पुराने नियम के जो शास्त्री और फरीसी हैं उनको इस बात से तब तक कोई फर्क नहीं पड़ता था जब तक कि दूसरों को इस बात का पता न चले। പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് പുറത്തുള്ള മാറ്റത്തെക്കാൾ അധികം അകത്ത് മാറ്റം ഉണ്ടാവണം. नए नियम की व्यवस्था ये है कि बाहर से बढ़कर अंदर बदलाव आना चाहिए। സഹോദരങ്ങളെ, നമ്മൾ പെട്ടെന്ന് കോപിക്കുന്നത് എന്താണ്? പെട്ടെന്ന് മോഹങ്ങളിലേക്ക് പോകുന്നത് എന്താണ്? ലോകത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും മറന്നതിന്റെ പിന്നാലെ ഓടുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള അവസ്ഥയാണ് പുറത്തേക്ക് വെളിപ്പെടുന്നത്. भाइयों, हम एकदम से गुस्सा क्यों कर बैठते हैं? बहुत जल्दी हम अभिलाषाओं में क्यों फंस जाते हैं? दुनिया की कोई चीज जो अच्छी लगती है सब कुछ भूलकर हम उसके पीछे क्यों दौड़ने लगते हैं? उसका कारण और कुछ नहीं, सिर्फ इतना है कि हमारे अंदर जो है वो बाहर प्रकट हो रहा है। ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. लूका के सुसमाचार 6 अध्याय में प्रभु ये कहता कि जो मन में भरा होता है वही मुंह पर आता है। നമ്മൾ പലരും പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എനിക്ക് പെട്ടെന്ന് കോപം വരുന്നു, എന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവെ എല്ലാത്തിനെയും കണ്ടു മോഹിച്ചു പോകുന്നു, ആ മോഹത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആവശ്യമില്ലാത്തത് കാണുവാൻ തക്കവണ്ണം എനിക്ക് ഇടയാകുന്നു, അതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തു വരുന്ന ഫലത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെയും വരുന്നത് അകത്ത് വന്ന വിഷയങ്ങളുടെ പ്രതിഫലനം മാത്രമാണെന്ന്. हम में से बहुत से लोग ये प्रार्थना करते हैं कि प्रभु मैं बहुत जल्दी गुस्सा कर बैठता हूं, मुझे इस गुस्से की समस्या से छुटकारा दे। प्रभु मैं बहुत जल्दी लोभ में अभिलाषा में पड़ जाता हूं, उस अभिलाषाओं से मुझे छुटकारा दे। मैं बहुत बार गलत चीजें देख बैठता हूं, प्रभु उस गलत चीजों को देखने से मुझे छुटकारा दे। पर अक्सर बहुत बार हम ये भूल जाते हैं कि हम जब बाहरी फल से छुटकारा पाने के लिए दुआ कर रहे हैं, पर हम ये भूल जाते हैं कि ये जो फल बाहर नजर आ रहे हैं उसकी जड़ हमारे अंदर है, मन के अंदर है। ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പല വീടുകളിലും ചെറിയ ചെറിയ പൈപ്പുകളുണ്ട്. ബാത്റൂമിൽ പൈപ്പുണ്ട്, അല്ലെങ്കിൽ കിച്ചണിലെ സിങ്ക് പൈപ്പുണ്ട്, അങ്ങനെ പലയിടത്ത് പൈപ്പുണ്ട്. നമ്മൾ ഒരു ദിവസം ഓർത്ത് നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് ഈ പൈപ്പ് തുറന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ഫോൾ സ്മെല്ല് വരുന്ന വെള്ളം വരികയാണെന്ന് കരുതിക്കോ. ബാത്റൂമിലെ വെള്ളം നോക്കിയപ്പോൾ ഫോൾ സ്മെല്ലാണ്, ദുർഗന്ധമാണ്. കിച്ചണിൽ വന്ന് സിങ്കിന്റെ പൈപ്പ് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം ഇങ്ങനെയാണ്. എവിടെയെല്ലാം നോക്കിയിട്ടും ആ പൈപ്പിലൂടെ ഒക്കെ ദുർഗന്ധമായിട്ടുള്ള വെള്ളം വരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പൈപ്പിന്റെ കുഴപ്പമാണോ? ഒരു ടാപ്പ് കഴുകുമ്പോൾ മറ്റേ ടാപ്പിലൂടെയും ദുർഗന്ധമാണ് വരുന്നത്. അതിന് കാരണം എവിടെയാന്ന് ചോദിച്ചാൽ പൈപ്പിന്റെ കുഴപ്പമല്ല, പിന്നെയോ ടാങ്കിനകത്ത് എന്തോ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നു. ടാങ്ക് വൃത്തിയാക്കുകയാണെങ്കിൽ, അവിടെ നല്ല വെള്ളം നിറയുകയാണെങ്കിൽ പൈപ്പ് വൃത്തിയാക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി നല്ല വെള്ളം നമുക്ക് കിട്ടും. मैं कई बार ये उदाहरण देता हूं कि हम सबके घरों के अंदर छोटे छोटे नल होते हैं, टोटी लगी होती है, बाथरूम के अंदर नल है, रसोई में जाओ तो सिंक पे नल लगा हुआ है। अब मान लीजिए कि एक दिन आप पानी चलाते हैं तो उसमें से बदबूदार गंदा पानी निकलता है। अब आप बाथरूम का नल खोलते हैं, वहां पे बदबूदार पानी, रसोई में जाकर खोला तो वहां पे बदबूदार पानी। तो आप क्या करते हैं? क्या वो नल की दिक्कत है या टोटी की दिक्कत है? आपने उसको साफ किया, पर दूसरी जगह गए फिर वही बदबूदार पानी। तो क्या वो पाइप की दिक्कत है? नहीं। दिक्कत क्या है? अगर आप उस टंकी को साफ करोगे जिसके अंदर कुछ ना कुछ सड़ा गला बदबूदार पड़ा हुआ है, अगर टंकी साफ करोगे तो आपको पाइप को टोटी को साफ करने की जरूरत नहीं पड़ेगी, सब कुछ साफ हो जाएगा। നമ്മുടെ വാക്കുകൾ, വൃത്തികെട്ട വാക്കുകൾ വരുന്നു, കോപം നമുക്ക് വരുന്നു, കണ്ണുകൾ മോശമായിട്ടുള്ളതിന്റെ പിന്നാലെ പോകുന്നു, ചിന്തകൾ മോശമായിട്ടുള്ളതിന്റെ പിന്നാലെ പോകുന്നു. അതിന്റെ കുഴപ്പം കണ്ണിന്റെ കുഴപ്പമല്ല, വായുടെ കുഴപ്പമല്ല, നാക്കിന്റെ കുഴപ്പമല്ല, ചിന്തകളുടെ കുഴപ്പമല്ല, ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ അനുഭവത്തിന്റെ കുഴപ്പമാണ് ഈ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ അത് പ്രതിഫലിക്കുന്നത്. हमारे मुंह से गंदी गंदी बातें निकलती है, हम गंदी गंदी चीजों को देखते हैं, गंदे गंदे विचारों को हम सोचते हैं, एकदम से हम गुस्सा कर बैठते हैं, तो वो हमारे
जीभ की या हमारे मुंह की या हमारी आंख की या फिर हमारे मन की दिक्कत नहीं है। वो दिक्कत क्या है? वो हमारी सोच की दिक्कत नहीं है। वो दिक्कत क्या है? हमारे मन के अंदर जो भरा हुआ है उसकी दिक्कत है। उसके कारण हम ये सारी चीजें कर रहे हैं। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ കണ്ണിനെ ശുദ്ധീകരിക്കണമേ എന്നല്ല, എന്റെ വായെ ശുദ്ധീകരിക്കണമേ എന്നല്ല, ചിന്തകളെ ശുദ്ധീകരിക്കണമേ എന്നല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവെ എനിക്ക് പുതിയൊരു ഹൃദയം തരണമേ എന്ന് ഈ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്റെ ഹൃദയത്തിനകത്തുള്ള ദുഷ്ടതകളെ നീക്കി പാറയായിരിക്കുന്ന കല്ലായിരിക്കുന്ന എന്റെ ഹൃദയത്തെ മാറ്റി അങ്ങയുടെ വചനം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമായ മാംസളമായ ഒരു ഹൃദയം, ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചാട്ടെ. तो भाइयों, इन दिनों में हमारी प्रार्थना ये नहीं होनी चाहिए कि प्रभु मेरी आंखों को शुद्ध कर, प्रभु मेरे मुंह को शुद्ध कर या मेरी सोच को शुद्ध कर। नहीं, हमारी प्रार्थना ये होगी, प्रभु तू मुझे एक नया हृदय दे। प्रभु मेरे कठोर हृदय को दूर करके मांस का एक हृदय मुझे दे। प्रभु का भय मानने वाला, प्रभु से डरने वाला, उसकी सच्चाई पर चलने वाला एक नया हृदय मुझे दे। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടും വളരെ വളരെ തീക്ഷ്ണതയോടും കൂടെ ഈ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഞാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുക. तो मैं प्रेम पूर्वक परमेश्वर के जनों को याद दिलाना चाहता हूं कि इन दिनों में इन विषयों पर हमें गंभीरता से प्रार्थना करनी है। അതുപോലെ തന്നെ മറ്റൊരു വിഷയമുണ്ട്. നമ്മൾ മറ്റു പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റു പലയിടത്തും ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ദൈവജനത്തോട് അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം കാണാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട്. इसके साथ ही एक और बात है कि हम दूसरे कई लोगों के लिए प्रार्थना करते हैं, हम दूसरी कई जगहों पर जाकर सेवकाइयां करते हैं, हम दुनिया के कई लोगों को सुसमाचार भी सुनाते हैं, पर कितनी भी मेहनत कर लो, कई बार हम भरपूर मेहनत करने के बावजूद कोई फल न मिलने के कारण हम परेशान होते हैं, दुखी होते हैं। പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്റെ ഈ അധ്വാനത്തിന് ഫലം കാണാത്തത് എന്താണ്? അങ്ങയെ ഞാൻ സേവിക്കുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരോട് പല കാര്യങ്ങൾ സുവിശേഷത്തിൽ അറിയിക്കുന്നുണ്ട്, എന്നാൽ എന്റെ പ്രവർത്തനങ്ങൾക്ക് ഫലം കാണാത്തത് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞ നാളുകളിൽ അനേക തവണ നമ്മൾ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാറുണ്ട്. कई बार हम प्रभु के सामने बड़े बोझ के साथ ये दुआ करते हैं कि प्रभु मेरी इतनी मेहनत मैं कर रहा हूं, उसका फल क्यों नजर नहीं आ रहा। पिछले कई दिनों में हमने बड़े बोझ के साथ प्रभु के सामने कहा होगा कि प्रभु मैं सुसमाचार दूसरों को सुनाता हूं, मैं तेरी सेवकाई करता हूं, मैं वचन को सुनाता हूं, इन सब के बावजूद मेरी मेहनत का फल मुझे क्यों नहीं मिल रहा। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എംറ്റി ആയിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ഒരു കപ്പിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? मैं आपसे एक सवाल पूछना चाहता हूं कि एक कप जो खाली है उसके अंदर कुछ नहीं है, क्या उसमें से आप दूसरों को कुछ उंडेल कर दे सकते हो? മറ്റൊരാൾക്ക് അനുഗ്രഹമായി നമ്മൾ തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ അനുഗ്രഹം നിറഞ്ഞിരിക്കണം. अगर हम दूसरों के लिए आशीष बनना चाहते हैं तो वो आशीष हमारे अंदर भरी होनी चाहिए। മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. दूसरों को अगर हम शांति देना चाहते हैं तो वो शांति पहले हमारे दिल में भरी होनी चाहिए। മറ്റുള്ളവർക്ക് ആശ്വാസം വരുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ആശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. अगर आप दूसरों को दिलासा देना चाहते हैं तो देने लायक दिलासा पहले आपके अंदर भरी होनी चाहिए। നാം പറയുന്ന വചനങ്ങൾ കൊണ്ട് നമ്മുടെ സുവിശേഷങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് മാനസാന്തരം വരണമെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. हम जो वचन सुनाते हैं, सुसमाचार सुनाते हैं, उसके द्वारा अगर दूसरों की जिंदगी में मन फिराव को हम देखना चाहते हैं तो पहले उस वचन के द्वारा, उस सुसमाचार के द्वारा हमारे अंदर एक मन फिराव आना चाहिए। പിശാചിന്റെ ബന്ധനത്തിലിരിക്കുന്ന പലർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പിശാചിനെ ശാസിക്കുമ്പോൾ ഓർക്കുക, ഈ പിശാചിന്റെ ബന്ധനത്തിൽ നമ്മളായിരിക്കരുത് ഒരു വിഷയത്തിലും. शैतान के बंधनों में फंसे हुए लोगों के सिर पर हाथ रखकर जब उनके छुटकारे के लिए हम दुआ करते हैं तो हमें ये याद रखना है कि हम किसी भी मामले में ऐसे शैतान के बंधनों में बंधे नहीं होने चाहिए। കാരണം പിശാചിന് നന്നായിട്ട് അറിയാൻ, ഡീമൺസിന് നന്നായിട്ട് അറിയാൻ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പിശാചിന്റെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കയ്യിലുള്ളിടത്തോളം കാലം പിശാചിനോട് വിട്ടുപോകുവാൻ പറയുവാനുള്ള അധികാരം നമുക്കില്ല, അവൻ പോകത്തുമില്ല. क्योंकि शैतान को और दुष्टात्माओं को ये बात बड़ी अच्छी तरह से पता है कि हमने अपनी निजी जिंदगी में शैतान से जुड़ी हुई, दुष्टात्मा से जुड़ी हुई कई बातों को छिपा कर रखा है,
और जब तक ऐसी चीजें हमने अपनी जिंदगी में, निजी जिंदगी में छिपा कर रखी है, तब तक ना तो हमें शैतान को या दुष्टात्मा को निकलने की आज्ञा देने का अधिकार है, और ना ही आज्ञा देने से वो निकलेगा। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കേൾക്കുന്ന വചനത്തിന് നമ്മൾ അധികം പ്രാധാന്യം കൊടുത്ത് ഈ തിരുവചനം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. इसलिए इस वचन को इन दिनों में जब हम सुन रहे हैं तो सिर्फ सुनना ही काफी नहीं है, बड़ी गंभीरता से इसको लें और बड़ी नम्रता के साथ अपने आप को इस वचन की अधीनता में लाएं। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വചനം അനുസരിക്കുമെന്നോ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുമെന്നോ എനിക്ക് അത്ര വലിയ തോന്നലുകളൊന്നുമില്ല. मुझे ऐसी कोई गलतफहमी नहीं है कि मुझे सुनने वाले सब के सब इस वचन पर विश्वास करेंगे या इस वचन को ग्रहण करेंगे। എന്നാൽ ഇതിനകത്ത് കുറച്ചു പേരെങ്കിലും ഈ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വലിയ ശുശ്രൂഷ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. पर अगर इनमें से थोड़े से लोग भी इस वचन को ग्रहण करते हैं, उस पर अगर चलते हैं, तो भाई बहन मैं आपसे कहना चाहता हूं, प्रभु के पास आपके लिए एक बड़ी सेवकाई होगी, वो आपको बड़ी सामर्थ्य के साथ इस्तेमाल करेगा। ചുറ്റുപാടും ദൈവമക്കളെന്ന് പറയുന്നവരുടെയോ ദൈവദാസീദാസന്മാരെന്ന് പറയുന്നവരുടെയോ വഴികളെ അനുഗമിക്കാതെ അവരുടെ നീതിയേക്കാൾ കവിയുന്ന ഒരു നീതി നിന്റെയും എന്റെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, ഈ അന്ത്യനാളുകളിൽ അതിശക്തമായി കർത്താവ് ചില വ്യക്തികളുടെ, ചില കുടുംബങ്ങളുടെ, ചില ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. तो चारों ओर के वो लोग जो खुद को मसीही कहते हैं, परमेश्वर की संतान कहते हैं, परमेश्वर के दास और दासी कहलाते हैं, उनकी रीतियों पर, उनके तौर तरीकों पर चलने की बजाय, उनके हिसाब से उनका अनुसरण करने की बजाय, अगर आपकी धार्मिकता उनकी धार्मिकता से बढ़कर होगी, अगर आप वचन की सच्चाई पर धार्मिकता से आगे चलेंगे, तो इन अंत के दिनों में कई लोगों के लिए, कई व्यक्तियों के लिए, उनकी जिंदगी में छुटकारे के लिए प्रभु आपको इस्तेमाल करेगा, इसमें कोई शक नहीं है। കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് ഇരിക്കുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. എന്നാൽ ചുറ്റുപാടും കേൾക്കുന്ന സുവിശേഷമൊക്കെയും ഈ ലോകത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്നതാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല. प्रभु इस दुनिया में इसलिए आया कि जहां वो रहता है वहां पर वो हमें ले जाए, पर इस दुनिया में हम जो सुसमाचार सुनते हैं, जो वचन सुनते हैं, वो हमें इस दुनिया के नजदीक लाता है, स्वर्ग के नजदीक नहीं लाता है। ഈ ഭൂമിയിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, ഈ ഭൂമിയിൽ എങ്ങനെ സമ്പന്നനായി മാറാം, ഈ ഭൂമിയിൽ സമൃദ്ധിയിൽ എങ്ങനെ ജീവിക്കാം, ആരോഗ്യം ഉള്ളവനായിട്ട് എങ്ങനെ ജീവിക്കാം, രോഗമല്ലാത്തവനായിട്ട് ജീവിക്കാം, വാഹനങ്ങളുള്ളവരായിട്ട് ജീവിക്കാം, വലിയ വീടുകളുള്ളവരായിട്ട് ജീവിക്കാം, വലിയ ശുശ്രൂഷകളുള്ളവരായിട്ട് ജീവിക്കാം, അവരെല്ലാം പറയുന്നത് ഈ ആകാശത്തിന്റെ കീഴെ വെറും ക്ഷണികമായിരിക്കുന്ന, താൽക്കാലികമായിരിക്കുന്ന ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ കർത്താവ് വന്നതും കർത്താവ് മരിച്ചതും അപ്പോസ്തലന്മാർ കഷ്ടം അനുഭവിച്ചതും ആ ഒരു സുവിശേഷത്തിനല്ല, പിന്നെയോ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, പിശാചിങ്കൽ നിന്ന് വിടുവിച്ച്, ലോകമോഹങ്ങൾ നമ്മളെ വിടുവിച്ച്, താൻ എന്നത്തേക്കുമായിരിക്കുന്ന കർത്താവിനോട് കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിൽ പാർക്കുവാൻ തക്കവണ്ണം നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണമാണ്. यहाँ के ज्यादातर प्रचार इससे जुड़े होते हैं कि हम इस दुनिया में आशीष कैसे पा सकते हैं, इस दुनिया में कैसे हम धनवान बन सकते हैं, इस दुनिया में हम कैसे संपन्नता पा सकते हैं, इस दुनिया में कैसे हम निरोगी रह सकते हैं, कैसे हम तंदुरुस्ती पा सकते हैं, कैसे हम कार पा सकते हैं, कैसे हम बड़ा घर पा सकते हैं, कैसे हम बड़ी सेवकाई कर सकते हैं। ये सारी की सारी चीजें स्वर्ग से जुड़ी हुई चीजें नहीं है, ये इस दुनिया की चीजें हैं, थोड़े समय की चीजें हैं। लेकिन प्रभु का इस दुनिया में आना और प्रभु का मरना और जो प्रभु के चेलों का दुख उठाना, वो इन सारी चीजों के लिए नहीं था, पर इसलिए था कि उस स्वर्ग की ओर जाने के हमें योग्य बनाए जहां से प्रभु इस दुनिया में आया था। കഴിഞ്ഞയാഴ്ച സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. पिछले हफ्ते भाइयों मैंने आपसे कहा था कि आज मैं आपसे पौलुस की जिंदगी की कुछ बातों को आपके सामने रखना चाहूंगा। ക്രിസ്തുവിങ്കിലേക്ക് പൗലോസ് വരുന്നതിന് മുമ്പ് പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പാപിയായി ജീവിച്ച മനുഷ്യനല്ല. मसीह में आने से पहले पौलुस ऐसा व्यक्ति नहीं था जो एक पापी की जिंदगी जी रहा हो। ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനല്ല, ക്രൂരതയുള്ള മനുഷ്യനായിരുന്നില്ല. ന്യായപ്രമാണം അനുസരിച്ച് ഒരു നല്ല പരീശനായി, ഒരു നല്ല യഹൂദനായി, ഒരു ദൈവ പൈതലായി, ഒരു ഇസ്രായേലിനായി ജീവിച്ച് യഹോവയുടെ വഴികളിൽ പ്രസാദമുള്ളവനായി ജീവിച്ച മനുഷ്യനാണ്. इस दुनिया के पीछे जाने वाला, चलने वाला व्यक्ति नहीं था, इस पाप में जीने वाला व्यक्ति नहीं था, पर एक सच्चा फरीसी था,
व्यवस्था को मानने वाला, परमेश्वर की संतान बनकर जीने वाला, परमेश्वर की प्रसन्नता के अनुसार जीने वाला एक व्यक्ति था। കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ആദ്യം കേട്ടു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കുകയില്ല. प्रभु के वचन में हमने सुना कि अगर तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर नहीं है तो तुम स्वर्ग के राज्य में कभी प्रवेश नहीं करने पाओगे। പരീശനായിരുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ഈ നീതി കർത്താവിങ്കലേക്ക് വന്നപ്പോൾ വർദ്ധിച്ചോ ഇല്ലയോ, നമുക്ക് കുറച്ച് സമയം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. थोड़ी देर ये सोच विचार करने जा रहे हैं कि प्रभु में आने के बाद फरीसी पौलुस की जिंदगी में धार्मिकता बढ़ी या नहीं। കർത്താവിന്റെ ദാസനായ പൗലോസ് തന്നെ തന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. फिलिपियों की पत्री 3 अध्याय में प्रभु का दास पौलुस अपनी गवाही के बारे में लिखता है, उसको हम देखेंगे। അവിടെ 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് നമ്മളൊന്ന് വായിക്കാം. उसका 3 अध्याय 4 से हम आगे पढ़ेंगे। 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസനൊന്ന് വായിക്കാമോ ഹിന്ദിയിൽ? फिलिपियो 3 का 4 से 11 तक के वचन। पर मैं तो शरीर पर भी भरोसा रख सकता हूं, यदि किसी और को शरीर पर भरोसा रखने का विचार हो तो मैं उससे भी बढ़कर रख सकता हूं। 8वें दिन मेरा खतना हुआ, इस्राएल के वंश और बिन्यामीन के गोत्र का हूं, इब्रानियों का इब्रानी हूं, व्यवस्था के विषय में यदि कहो तो फरीसी हूं, उत्साह के विषय में यदि कहो तो कलीसिया का सताने वाला, और व्यवस्था की धार्मिकता के विषय में यदि कहो तो निर्दोष था। परंतु जो जो बातें मेरे लाभ की थी उन्हीं को मैंने मसीह के कारण हानि समझ लिया है, वरन मैं अपने प्रभु मसीह यीशु की पहचान की उत्तमता के कारण सब बातों को हानि समझता हूं, जिसके कारण मैंने सब वस्तुओं की हानि उठाई और उन्हें कूड़ा समझता हूं, जिससे मैं मसीह को प्राप्त करूं और उसमें पाया जाऊं, न कि अपनी उस धार्मिकता के साथ जो व्यवस्था से है, वरन उस धार्मिकता के साथ जो मसीह पर विश्वास करने के कारण है और परमेश्वर की ओर से विश्वास करने पर मिलती है, ताकि मैं उसको और उसकी मृत्युंजय की सामर्थ को और उसके साथ दुखों में सहभागी होने के मर्म को जानूं और उसकी मृत्यु की समानता को प्राप्त करूं, कि मैं किसी भी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं। ഒന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ സഹോദരങ്ങളെ. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഏത് വിധേനയെങ്കിലും എനിക്ക് സ്വർഗത്തിലെത്തണം, ഏത് വിധേനയെങ്കിലും എനിക്ക് കർത്താവിന്റെ പക്കൽ എത്തണം എന്നുള്ളത് മാത്രമാണ് പൗലോസിന്റെ ആഗ്രഹം. भाइयों ध्यान से सुनिएगा, पौलुस की इच्छा क्या है? 11वें वचन में वो कहता है कि मैं किसी भी रीति से, किसी न किसी तरीके से मैं स्वर्ग में पहुंच जाऊं, मैं प्रभु के पास पहुंच जाऊं, ये थी पौलुस की इच्छा। ആ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യേശുവിന്റെ അടുക്കൽ എത്തുവാൻ, സ്വർഗത്തിൽ എത്തുവാൻ വേറെ ഈസി ആയിട്ടുള്ള വഴികൾ ഉണ്ടെന്നുള്ളത്? ये कथन सुनने के बाद क्या आप में से किसी को लग रहा है कि यीशु के पास पहुंचने का, स्वर्ग में पहुंचने का एक आसान रास्ता है, मार्ग है? ഇതേ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുക എത്രയോ ചെയ്യുന്നത്. 1 कुरिन्थियों 9 के 24 में यही पौलुस कहता है कि मैं खुद के अपने शरीर को मारता कूटता और वश में लाता हूं, ताकि ऐसा ना हो कि दूसरों को प्रचार करने के बाद मैं खुद निकम्मा ठहरूं। നമ്മൾ ഇവിടെ വായിച്ച വചനഭാഗത്തിൽ ഒന്ന് നോക്കിക്കേ. 6-ാമത്തെ വാക്യത്തിൽ 3:6 പറയുന്നു, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. हमने जो वचन पढ़ा वो देखिए 3 का 6 देखिए, वहां लिखा उत्साह के विषय में यदि कहो तो मैं कलीसिया का सताने वाला था, और व्यवस्था की धार्मिकता के विषय में यदि कहो तो निर्दोष था। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? സഭയെ ഉപദ്രവിച്ചവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ എന്താണെന്നോ, സഭ ആരുടേതാണെന്നോ, സഭ എങ്ങനെയുള്ളതാണെന്നോ ശൗലിന് അറിയത്തില്ലായിരുന്നു. കർത്താവിങ്കലേക്ക് വരുന്നത് വരെ ശൗല് ചിന്തിച്ചിരുന്നത് ഇത് മാത്രമാണ്, ഈ സഭയെന്ന് പറയുന്നത് യഹോവയ്ക്കെതിരെ നിൽക്കുന്ന ഒരു കൂട്ടരാണ്,
യഹോവയുടെ ന്യായപ്രമാണത്തിന് എതിരെ നിൽക്കുന്ന ഒരു കൂട്ടരാണ്. അതുകൊണ്ട് യഹോവയുടെ ന്യായപ്രമാണത്തിന് ആരെതിരെ നിൽക്കുന്നുവോ, യഹോവയായ ദൈവത്തിന് ആരെതിരെ നിൽക്കുന്നുവോ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു ശൗലിന്റെ ഉദ്ദേശ്യം. അതുവഴി യഹോവയെ പ്രസാദിപ്പിക്കുവാനാണ് താൻ സഭയെ ഉപദ്രവിച്ചത്. भाइयों, इसका मतलब आपको पता है क्या है? प्रभु में आने से पहले पौलुस को ये नहीं पता था कि कलीसिया क्या है, कलीसिया कैसी है, कलीसिया किसकी है। उसको ये लगता था कि जो कलीसिया है ये परमेश्वर के खिलाफ है, ये कलीसिया परमेश्वर की व्यवस्था के खिलाफ है, और जो कुछ परमेश्वर के खिलाफ था, परमेश्वर की व्यवस्था के खिलाफ था, वो उसको परमेश्वर को प्रसन्न करने के लिए खत्म करना चाहता था। ये थी उस व्यवस्था के अनुसार उसकी धार्मिकता या उसकी निर्दोषता। ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? उसी 6 वचन में लिखा है, व्यवस्था की धार्मिकता के विषय में यदि कहो तो निर्दोष था। इसका क्या मतलब है? പുതിയ നിയമം അന്ന് ഇല്ലായിരുന്നു. അന്ന് ശൗലിന് അറിയാമെന്നത് പഴയ നിയമം മാത്രമായിരുന്നു. അതായത് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണം മാത്രം. അതിനകത്ത് 613 കൽപ്പനകളുണ്ട്. തനിക്കറിയാമെന്ന ദൈവവചനം സംബന്ധിച്ച് വള്ളി പുള്ളി വിടാതെ ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിച്ച മനുഷ്യനാണ് താനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യൻ എന്ന് പറഞ്ഞാൽ उस समय नया नियम नहीं था। शाऊल को, यानी पौलुस जो शाऊल था, उसको पुराने नियम की जो व्यवस्था उसके अंदर उसको पता है कि 613 आज्ञाएं हैं। उसकी एक मात्रा भी, एक बिंदु भी छोड़े बिना उसको पूरी तरह से मानने वाला, उसका पालन करने वाला व्यक्ति था ये पौलुस। क्यों? जो मूसा की ओर से जो व्यवस्था दी गई है वो व्यवस्था उस समय थी, उसकी 613 आज्ञाओं को पूरी तरह से मानने वाला व्यक्ति ये है। इसका मतलब जब वो कहता है कि व्यवस्था के मामले में मैं निर्दोष था। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ ശൗല് ജീവിച്ച രീതിയിൽ യേശു കർത്താവിനെ കാണുന്നത് വരെ പൗലോസ് ജീവിച്ച രീതിയിൽ നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒന്ന് ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും കഴിയുമോ? मैं आपसे एक सवाल पूछूं कि प्रभु को जानने से पहले पौलुस उस पुराने नियम की व्यवस्था के अनुसार जैसे जी रहा था, उस तरह से हम में से कोई भी क्या एक दिन भी जी सकता है? പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. യേശു കർത്താവിനെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. താൻ ചെയ്യുന്ന ഈ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള നീതിയല്ല, അതിനേക്കാൾ കവിയുന്ന ഒരു നീതിയിലേക്ക് ക്രിസ്തു എന്നെ ഉയർത്തുവാനാണ് വന്നതെന്നുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചു. ആ വെളിപ്പാടിലാണ് കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി യേശുവിന്റെ മുമ്പാകെ സമർപ്പിച്ചത്. प्रभु यीशु से मिलने के बाद में पौलुस को एक बात समझ में आ गई कि प्रभु यीशु मसीह मुझे इस व्यवस्था की धार्मिकता के अनुसार नहीं, बल्कि उससे ऊंची एक धार्मिकता की ओर लाने के लिए वो आया है। इस प्रकाशन को मिलने के बाद वो अपने आप को पूरी तरह से प्रभु को सौंप देता है। 7ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 7वें वचन में लिखा है, जो जो बातें मेरे लाभ की थी उन्हीं को मैंने मसीह के कारण हानि समझ लिया है। പൗലോസിന് ലാഭമായിരുന്നത് ഒത്തിരിയുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽസ് എല്ലാം തനിക്ക് ലാഭമായിരുന്നതാണ്. സമൂഹത്തിൽ തനിക്കൊരു പേരുണ്ടായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സമ്പന്നമായ കുടുംബത്തിൽ താൻ ജനിച്ചു വളർന്നവനായിരുന്നു, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം തനിക്കുണ്ടായിരുന്നു. കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ലോകം അവന് കൊടുത്ത സ്ഥാനങ്ങൾ, ഈ ലോകം അവന് കൊടുത്ത മാനങ്ങൾ, കുടുംബം അവന് കൊടുത്ത നല്ല പേരുകൾ, ഈ ലോകം കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ അവൻ വേണ്ടെന്ന് വെച്ചിട്ട് ക്രിസ്തുവിനെ നേടേണ്ടതിന് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാം ഛേദമെന്ന്, എല്ലാം നഷ്ടമെന്ന് താൻ എണ്ണി എന്നാണ് ഇവിടെ വായിക്കുന്നത്. उसके लाभ की बहुत सारी बातें थी, ऊपर बताई गई उसकी उपलब्धियां कि वो एक उसका समाज में एक नाम था, परिवार के एक अच्छे खानदान में पला बड़ा था, धनी परिवार का था, अच्छा पढ़ा लिखा था। उसकी ये सारी उपलब्धियां जब वो मसीह में आता है तो समाज ने उसको जो नाम दिया था, समाज ने उसको जो स्थान या ओहदा दिया था, परिवार ने जो उसको एक जगह दी थी, या जो कुछ भी समाज से उसको सर्टिफिकेट मिले थे, उन सब को वो कहता है मसीह की खातिर मैंने हानि समझ लिया। സഹോദര സഹോദരി, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഛേദം, നഷ്ടം. ഐ കൗണ്ടഡ് എവറിത്തിങ് ടു ബി ലോസ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു വലിയ നഷ്ടം താൻ സഹിക്കേണ്ടി വന്നു ക്രിസ്തുവിനെ നേടുവാൻ തക്കവണ്ണം. वहां लिखे हुए शब्द पर आप ध्यान दीजिएगा भाइयों और बहनों, वहां लिखा है
कि मैंने इन बातों को हानि समझ लिया, यानी नुकसान समझ लिया। उसे प्रभु में आने के कारण बहुत बड़ा नुकसान उठाना पड़ा, हानि उठानी पड़ी। ലോകം കൊടുത്ത ലാഭങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചപ്പോൾ അവന് നഷ്ടമാണ് ഉണ്ടായത്. ലോകം കൊടുത്ത മാനങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ അവന് അപമാനമാണ് ഉണ്ടായത്. ഈ ലോകം കൊടുത്ത പേരും സ്വത്തും വേണ്ടെന്ന് വെച്ചപ്പോൾ അവന്റെ ഒന്നുമില്ലാത്ത ദരിദ്രനായി മാറുകയാണ് ചെയ്തതെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. यहाँ पर हम इस बात को समझ सकते हैं कि जब दुनिया द्वारा दिए गए लाभ के लिए उसने मना कर दिया तो उसको हानि उठानी पड़ी। दुनिया द्वारा दिए जाने वाले आदर के लिए जब उसने मना कर दिया तो उसको बेइज्जती उठानी पड़ी। दुनिया द्वारा दिए जाने वाले धन को उसने जब नकार दिया तो वो बिल्कुल खाली हो गया, कंगाल हो गया। തീമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തീമോത്തിയോട് പറയുന്നുണ്ട്, തണുപ്പുമാകുന്ന നീ എനിക്ക് പുതപ്പും ആ ചർമ്മലിഖിതങ്ങളും എന്റെ പുതപ്പും കൂടെ കൊണ്ടുവരാനായിട്ട് പൗലോസ് എഴുതുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സമ്പന്നനായിരുന്ന, കപ്പലുടമയായിരുന്ന, പേരും പെരുമയും ഉണ്ടായിരുന്ന, സേവകരെ അല്ലെങ്കിൽ സെർവൻസ് കൂടെ ഉണ്ടായിരുന്ന ധനികനായ മനുഷ്യൻ യേശുവിങ്കിലേക്ക് വന്നപ്പോൾ അവസാനം അവൻ എത്തിയത് എവിടെയാണെന്നറിയാമോ? വെറും ഒരു പുതപ്പിന്റെ മാത്രം സ്വന്തക്കാരനായിട്ട് അവൻ എത്തി. ബാക്കി എല്ലാം കർത്താവിന് വേണ്ടി അവൻ വേണ്ടെന്ന് വെച്ചു. तीमुथियुस की पत्री में हम पढ़ते हैं, वो तीमुथियुस को कहता है कि तू अपने साथ आते समय चर्म पत्रों को और कंबल को लेते आना ठंड के कारण। तो आप देख सकते हैं वो जो धनवान था, जो जहाजों का मालिक था, जो नाम और शोहरत जिसके पास में थी, लेकिन जब वो प्रभु में आता है उसके कई साल बाद उसके पास क्या बचता है? अपना कहने को सिर्फ एक कंबल बचता है। പക്ഷെ ഇന്ന് ചുറ്റുപാടുകളിൽ ഒന്ന് നോക്കിയേ, കമ്പിളി കൊണ്ട് ഇറങ്ങിയവർ പലരും കപ്പൽ വാങ്ങിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഇതാണ് സുവിശേഷമെന്ന്. पर आज अपने चारों ओर एक बार नजर दौड़ाइए, कंबल लेकर निकले हुए बहुत सारे लोग आज जहाज खरीदे हुए बैठे हैं, ऐसे लोग हैं, और फिर वो ये कहते हैं कि ये है सुसमाचार। കർത്താവിന്റെ പിന്നാലെ വരണമെങ്കിൽ കർത്താവ് പറഞ്ഞു, ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. परमेश्वर ने ये कहा कि अगर प्रभु के पीछे जाना है तो इस दुनिया को और प्रभु को दोनों को एक जैसा प्रेम कोई नहीं कर सकता है। ലൂക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനം പ്രതി എന്നെ അനുഗമിക്കട്ടെ. लूका 9 के 23 में लिखा, यदि कोई मेरे पीछे आना चाहे तो वो अपने आप से इनकार करे और अपना क्रूस उठाकर, प्रतिदिन अपना क्रूस उठाकर मेरे पीछे हो ले। യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന്. याकूब 4थे अध्याय में हम पढ़ते हैं, इस दुनिया से प्रेम करना परमेश्वर से बैर या शत्रुता रखना है। 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല എന്ന്. यूहन्ना 2 का 15, 16, 17 में हम पढ़ते हैं कि दुनिया से, दुनिया की चीजों से प्रेम नहीं करना। यदि दुनिया की वस्तुओं से कोई प्रेम करता है तो इसका मतलब प्रभु का, परमेश्वर का प्रेम उसमें नहीं है। എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണെന്ന് വിചാരിച്ചോ? ഈ ലോകത്തിൽ എനിക്ക് വലിയ സ്ഥാനങ്ങൾ നേടാം, ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം എനിക്ക് ആവോളം അനുഭവിക്കാം, അതിന്റെ ഇടയ്ക്ക് 1-2 ക്രിസ്തീയ പാട്ടുകളും പാടി ഏതെങ്കിലും ഒരു സഭയുടെ അംഗവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി അവിടെയും സുവിശേഷം കെട്ടി ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടു നടന്നിട്ട് ഈ ലോകത്തിൽ മരിക്കുന്നത് വരെ ലോകത്തിന്റെ സുഖം അനുഭവിക്കും, മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ എന്റെ സഹോദര സഹോദരി, നീ പോകുന്നത് നിത്യ നരകത്തിന്റെ പാതയിലൂടെയാണ്. ഹല്ലേലൂയ. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. मेरी बात को सुनने वाला कोई एक व्यक्ति मान लो ये सोचता है कि मैं इस दुनिया के धन को भी कमाऊंगा, इस दुनिया की सुख सुविधाओं का भी फायदा उठाऊंगा, उनको भी अपनी जिंदगी में उनका आनंद लूंगा, और फिर एक कलीसिया में जाकर 1-2 गीत गाना, वहां पे वचन को सुनना, वहां पे बैठना, उस कलीसिया में भी मैं उसका भी एक अंग बन जाऊंगा, तो इस दुनिया की सुख सुविधाओं का भी लाभ उठा लूंगा और मरने के बाद मैं स्वर्ग में भी पहुंच जाऊंगा। अगर कोई इस गलत फहमी में है तो मेरे भाई मेरी बहन, मैं आपसे कहना चाहता हूं, आप अनंत नरक के रास्ते पर जा रहे हैं। ज्यादा देर होने से पहले भला ये है कि आप मन फिराएं और वापस लौट आएं। ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ പൗലോസിന്റെ പുതിയ ഹൃദയത്തിലെ പുതിയ ആഗ്രഹങ്ങളെ കുറിച്ച്, പുതിയ ദർശനങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ മാനസാന്തരത്തിന് ശേഷമുണ്ടായ അവന്റെ ലക്ഷ്യത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വായിച്ചു നോക്കാം.
फिलिपियो 3 का 10 और 11 में पौलुस की नई इच्छाओं के बारे में, पौलुस के नए दर्शन, उसके नए प्रकाशन के बारे में, जब वो प्रभु में आ जाता है तो उसका जो नया दर्शन क्या है उसके बारे में हम पढ़कर देखेंगे। അവിടെ എഴുതിയിരിക്കുന്നു, 10-11 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. वहां पर 10 और 11 में लिखा है, ताकि मैं उसको और उसकी मृत्युंजय की सामर्थ को और उसके साथ दुखों में सहभागी होने के मर्म को जानूं और उसकी मृत्यु की समानता को प्राप्त करूं, कि मैं किसी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं। കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ അവൻ ഇറങ്ങിത്തിരിച്ചു. കാരണം ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ നൈമിഷികമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിനോട് വസിക്കേണ്ടതിന് ഇവിടെ എഴുതിയിരിക്കുന്നു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് കർത്താവിന്റെ സഭയെ എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ ആ കാഹളധ്വനിയിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വല്ല വിധേനയെങ്കിലും താൻ ഉയർത്തെഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് താൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ നാമം നിമിത്തം സകലതും നഷ്ടമെന്ന് എണ്ണി താൻ കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. प्रभु के नाम की खातिर वो कष्ट उठाने के लिए, दुख उठाने के लिए निकल पड़ा, क्योंकि वो समझ गया कि इस दुनिया की जो सुख सुविधाएं हैं, नाम और शोहरत है, वो सिर्फ थोड़े समय की है। और वो ये कहता है कि मैंने सब कुछ हानि समझ लिया ताकि मैं किसी भी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं। जब प्रभु, हमारा प्रभु यीशु बादलों पर अपनी दुल्हन को लेने के लिए, कलीसिया को लेने के लिए जब वो आएगा, तो पौलुस ये कह रहा है कि मैं उस समय किसी न किसी तरीके से मरे हुओं में से जी उठने के पद तक पहुंचूं, इसके लिए मैंने सब कुछ हानि समझ ली है, सब कुछ नुकसान मान लिया है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് കടന്നുപോയ വഴിയിലൂടെ നമ്മൾ കടന്നു പോവുക എന്ന അതിന്റെ അർത്ഥം. मुझे सुनने वाले भाई और बहन, प्रभु की सेवा करने का मतलब है जिस रास्ते पर प्रभु चला हम उस रास्ते पर चले। അപ്പോസ്തലന്മാർ എല്ലാവരും ആ വഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. ലോകത്തിന്റെ സുഖത്തിന്റെ വഴിയിലൂടെയല്ല, ലോകത്തിന്റെ മോഹങ്ങളുടെ വഴിയിലൂടെയല്ല, ലോകത്തിന്റെ ഉന്നതിയുടെ വഴിയിലൂടെയല്ല, ക്രൂശ് ചുമന്നുകൊണ്ടാണ് അവർ തങ്ങളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് തങ്ങളുടെ ക്രൂശ്, തങ്ങളുടെ ജീവിതത്തിലെ ക്രൂശ് ചുമന്നുകൊണ്ട് അവർ കർത്താവിന്റെ പിന്നാലെ പോയി. सारे प्रेरित भी उसी रास्ते पर चले, इस दुनिया के लोभ के पीछे, दुनिया की अभिलाषाओं के पीछे या दुनिया की ऊंचाई के रास्ते पर वो नहीं चले, अपना वो क्रूस उठाकर चले, अपने क्रूस को दिन प्रतिदिन उठाकर प्रभु के पीछे पीछे वो सब कुछ हानि मानते हुए, सब कुछ को नुकसान मानते हुए प्रभु के उस पद चिन्हों पर चलते रहे। നിങ്ങളിൽ ചിലർ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്രൂശ് എടുക്കുക, ക്രൂശ് എടുക്കുക, ക്രൂശ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് കേട്ടു. എന്താണ് നമ്മുടെ ഈ ക്രൂശ് എന്ന് പറയുന്ന ആ വാക്ക്? आप में से कईयों ने ध्यान दिया होगा कि अभी बोलते समय कई बार क्रूस उठाओ, क्रूस उठाओ, क्रूस उठाकर प्रभु के पीछे चलना। क्रूस उठाने का मतलब क्या है? ക്രൂശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് പ്ലാങ്കുകൾ, ഒന്ന് നെടുകയും ഒന്ന് കുറുകയും വെക്കുന്നതിനാണ് ക്രൂശ് എന്ന് പറയുന്നത്. ये जो क्रूस जो है वो दो लकड़ियां हैं, जो एक तो सीधी होती है और दूसरी आड़ी उसके ऊपर लगी है। അതിന്റെ ആത്മീക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടം കൊണ്ട് ഖണ്ഡിക്കുക, അതാണ് ക്രൂശ്. इसका आत्मिक मतलब ये है कि जो मेरी इच्छा है उसको प्रभु की इच्छा के द्वारा काटना, वो है उसका आत्मिक मतलब। കാൽവറി ക്രൂശിലല്ല കർത്താവ് ആദ്യമായി ക്രൂശ് എടുത്തത്. താൻ ജനിച്ചോർമ്മ വെച്ച നാൾ മുതൽ ഓരോ ദിവസവും അവിടുന്ന് ക്രൂശ് ചുമക്കുകയായിരുന്നു. കാരണം ഈ ശരീരത്തിൽ ഇരുന്നപ്പോൾ തന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനല്ല കർത്താവ് ഹാലലിയ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഓരോ ദിവസവും തന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ സ്വന്തം ഇഷ്ടത്തിനെതിരെ അവൻ പിതാവിന്റെ ഇഷ്ടം വെച്ച് ക്രൂശ് ചുമക്കുകയായിരുന്നു. प्रभु ने सिर्फ उस कलवरी पर ही क्रूस को नहीं उठाया था, अपने जन्म से लेकर जब से उसने होश संभाले तभी से लेकर जब जब वो अपनी इच्छा के खिलाफ प्रभु की, पिता की इच्छा के लिए खुद को सौंपता था, तब तब वो क्रूस को उठा रहा था। ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ, അതാണ് ക്രൂശ്. गतसमनी के बाग में प्रभु प्रार्थना करता है कि हे पिता, मेरी नहीं तेरी इच्छा पूरी हो, वो है क्रूस.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രൂശ് എടുത്ത് ദിനംതോറും കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ദിവസം 1000 ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് തോന്നുന്നിടത്ത് പോകുവാനുള്ള ഇഷ്ടമുണ്ട്, നമുക്ക് തോന്നുന്നത് പറയുവാനുള്ള ഇഷ്ടമുണ്ട്, നമുക്ക് തോന്നുന്നത് കാണുവാനുള്ള ഇഷ്ടമുണ്ട്, തോന്നുന്നത് ചിന്തിക്കുവാനുള്ള ഇഷ്ടമുണ്ട്, തോന്നുന്ന രീതിയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഭാവന ചെയ്യുവാൻ തക്കവണ്ണം ഇഷ്ടമുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ വചനം നമ്മൾ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ ഓർക്കുമ്പോൾ, എന്റെ ഇഷ്ടമല്ല എന്റെ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തെ ഉപേക്ഷിച്ച് കർത്താവിന്റെ ഹിതത്തിൽ നടക്കുന്നതാണ് അനുദിനം ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. मेरे भाई और बहनों, इस दुनिया में जब हम जी रहे हैं, हमारे मन में हजारों हजार इच्छाएं आती हैं। कई बार हमें जो अच्छा लगता है वो बोलने का मन करता है, जो अच्छा लगता है वो देखने का मन करता है, जो अच्छा लगता है वो सोचने का मन करता है, जो अच्छा लगता है उस रास्ते पर चलने का मन करता है। लेकिन जब ऐसी इच्छाएं हमारे मन में आती है, जहां जहां खुद की इच्छा मन में आती है, वहां पर मेरी नहीं प्रभु तेरी इच्छा पूरी हो, ये कहना है प्रतिदिन क्रूस को उठाना। ഇത് വലിയ കഷ്ടമാ സഹോദരങ്ങളെ. എനിക്ക് ഇഷ്ടം തോന്നുന്നത്, എന്റെ ജഡം കാണണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിന്നണമെന്ന് പറയുന്നത്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്, അതിന് നോ എന്ന് പറയുന്നത് വലിയ ക്രൂശ് തന്നെയാണ്, വലിയ കഷ്ടമാണ്. നമ്മുടെ ജഡത്തിൽ നമ്മളെ കൊണ്ട് അതിന് കഴിയത്തില്ല. ये एक बड़ी पीड़ा है मेरे भाई और बहनों, एक बड़ा कष्ट, एक बड़ा दुख है मेरे भाई और बहनों कि हमारा शरीर जो खाना चाहता है, जो देखना चाहता है, जो करना चाहता है, उसको आप जब मना करते हैं, बार बार जब आप मना कर रहे हैं, हमारे शरीर के लिए वो बहुत मुश्किल काम है और ये एक बड़े क्लेश की बात है। നിങ്ങൾക്കറിയാമോ, ഋഗ്വേദങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ, ഹിന്ദു ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കും, സന്യാസിമാരൊക്കെ പർവ്വതങ്ങളിലും കുന്നുകളിലും മലകളിലും പോയി അവര് തപസ്സിരിക്കുന്നതും അവരുടെ ഇന്ദ്രിയങ്ങളെ അവർ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവര് അവിടെ ഇരുന്നുകൊണ്ട് തപസ്സിരിക്കുന്നതായിട്ട്, മെഡിറ്റേഷൻ ഇരിക്കുന്നതായിട്ടൊക്കെ ഇതിഹാസങ്ങളിലൊക്കെ പണ്ടൊക്കെ നിങ്ങൾ വായിച്ചോ കേട്ടിട്ടുള്ളതോ ഉണ്ടാകാം. हिंदू पुराणों में या फिर इतिहास में आपने पहले कभी पढ़ा या सुना होगा कि जो ऋषि मुनि थे वो अपनी इंद्रियों को वश में करने के लिए, काबू में करने के लिए पहाड़ों पर जाकर तपस्या किया करते थे। ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റു പല സന്ദർഭങ്ങളിൽ പലരും എന്ത് ചെയ്യുമെന്നറിയാമോ, അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ശാരീരികമായ ശരീരത്തിന്റെ അവയവങ്ങൾ, കൈ ആയിക്കൊള്ളട്ടെ, കാലായിക്കൊള്ളട്ടെ, ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ ആയിക്കൊള്ളട്ടെ, അവർ ചിന്തിക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാതെ അത് ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അവയവങ്ങളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. और मैंने ऐसा भी पढ़ा है और सुना है कि उनके शरीर के अंग अगर उनकी इच्छा के अनुसार काम नहीं करते हैं, उनका हाथ हो या पैर हो, शरीर का कोई अंग उनकी इच्छा के अनुसार काम नहीं करे, तो वो अपने उस अंग को, हाथ या पैर को वो पीड़ित करते हैं, दर्द देते हैं। ഞാൻ ഒരിക്കൽ വായിക്കുവാനിടയായി, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്യാസിയുടെ ജീവിതത്തെ കുറിച്ച് വായിക്കുവാനിടയായി, താൻ ആരുടെ എന്തോ ഒന്ന് കവർന്നെടുത്തു എന്ന് പറഞ്ഞിട്ട് തീ കത്തിച്ചിട്ട് തന്റെ വലത്തെ കൈ തീക്കകത്തേക്ക് വെച്ച് ആ കൈ തന്നെ എരിച്ച് ആ വേദന സഹിച്ച് തന്റെ പാപത്തിൽ നിന്ന് മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടുവാൻ ശ്രമിച്ച സന്യാസിയെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. कई साल पहले एक ऐसे सन्यासी के बारे में मैंने पढ़ा जिसने किसी दूसरे की चीज को उठा लिया था, ले लिया था, और उसके लिए खुद को प्रताड़ित करने के लिए, पीड़ित करने के लिए अपना वो दायां हाथ आग में रखता है और उस दर्द को झेलता है ताकि उस पाप से उसको छुटकारा मिल सके, मुक्ति मिल सके। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. നമ്മൾ സ്വയം പീഡിപ്പിക്കേണ്ട കാര്യമില്ല. मुझे सुनने वाले भाई और बहनों, मसीही जिंदगी ऐसी नहीं है। हमें खुद को पीड़ित करने की, दुख देने की जरूरत नहीं है। നമുക്ക് കഴിയാത്തതിനെ നമ്മളിൽ ചെയ്യുവാൻ തക്കവണ്ണമാണ്, നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. जो हमसे नहीं हो सकता, जो हम नहीं कर सकते, उसे करने में हमारी मदद करने के लिए ही प्रभु ने अपने पवित्र आत्मा को हमारे अंदर दिया है। അതുകൊണ്ട് നമുക്ക് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നമ്മുടെ വികാരങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ വിചാരങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ചിന്തകളായിക്കൊള്ളട്ടെ, നമ്മുടെ ഇഷ്ടങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വിഷയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ, ഈ വിഷയങ്ങളെ നിയന്ത്രിപ്പാൻ, ഇതിനെ ഓവർകം ചെയ്യുവാൻ, ഇതിനെ വെറുക്കുവാൻ എനിക്ക് കൃപ തരണമേ, ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അമാനുഷികമായ ശക്തി നമ്മുടെ ആത്മാവിന് നൽകി നമ്മളെ ജയാളികളാക്കി മാറ്റും.
इसलिए अगर हम अपनी भावनाओं पर, अपने विचारों पर, अपनी पसंद पर, अपनी लालसाओं पर अगर नियंत्रण नहीं कर पाते हैं, तो प्रभु से कहें कि प्रभु मुझे इस पर जीतने का एक अनुग्रह दे, मुझे इसको वश में करने का, इस गलत लालसा से, इससे नफरत करने का एक अनुग्रह मुझे दे। जो काम आप नहीं कर सकते, जब आप उसके लिए प्रभु से दुआ करेंगे, उससे जीतने के लिए, उबरने के लिए, तो प्रभु अपने आत्मा की सामर्थ्य से आपको भरेगा और परमेश्वर का आत्मा अपनी अलौकिक सामर्थ्य आपको देगा ताकि आप उस पर जय पा सकें। ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിലർ തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. इस वचन को पढ़ते समय शायद कुछ लोगों के मन में गलतफहमी ला सकने वाला दूसरा एक वचन का हिस्सा भी मैं आपके सामने लाना चाहता हूँ। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ, അല്ലെ 30 വരെയുള്ള मत्ती വാക്യം. 5 का 28 और 29। ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് പ്രയോജനമത്രേ. मत्ती 5 का 28, 29 और 30। परंतु मैं तुमसे ये कहता हूं कि जो कोई किसी स्त्री पर कुदृष्टि डाले, वह अपने मन में उससे व्यभिचार कर चुका। यदि तेरी दाहिनी आंख तुझे ठोकर खिलाए, तो उसे निकाल कर फेंक दे, क्योंकि तेरे लिए यही भला है कि तेरे अंगों में से एक नष्ट हो जाए और तेरा सारा शरीर नरक में न डाला जाए। यदि तेरा दाहिना हाथ तुझे ठोकर खिलाए, तो उसको काट कर फेंक दे, क्योंकि तेरे लिए यही भला है कि तेरे अंगों में से एक नष्ट हो जाए और तेरा सारा शरीर नरक में न डाला जाए। നിങ്ങൾ ആ വചനം വളരെ ശ്രദ്ധയോടെ കേട്ടോ സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ भाइयों, क्या आपने बड़े ध्यान से उस वचन को सुना? നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ എത്ര തവണ നമ്മുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. अगर असल में प्रभु का भय मानने वाले लोग हम हैं, तो पता नहीं कितने ऐसे मौके बीत गए जब हमें अपनी आंख को फोड़ देना था। എത്രയോ പ്രാവശ്യം നമ്മുടെ കൈകൾ വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു. कितनी ही बार हमारे खुद के हाथ काटने का समय बीत चुका है। സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നോക്കണ്ട, ഏതെങ്കിലും ഫോട്ടോയ്ക്കകത്തോ വീഡിയോയ്ക്കകത്തോ ഏതെങ്കിലും പിക്ചറിനകത്തോ ഫോണിൽ കണ്ടാലും മതി. ഇതേ വാക്ക് തന്നെയാണ് നമ്മൾ ചെയ്തത്. स्त्री पर कुदृष्टि डालने वाला उससे व्यभिचार कर चुका है, तो किसी स्त्री को ही देखना जरूरी नहीं है। फोटो के अंदर आप या वीडियो के अंदर आप उसको देखते हैं, तो वो भी यही वचन उस पर लागू होता है। അങ്ങനെയാണെങ്കിൽ കണ്ണ് എത്രയോ തവണ കുത്തിപ്പൊട്ടിക്കേണ്ടതായിട്ട് നടക്കേണ്ടതായിരുന്നു. നമ്മൾ ചെയ്തോ ഇതുവരെയെങ്കിലും? अगर ऐसा है तो कितने ऐसे मौके बीत गए जब हमें अपनी आंख को फोड़ देना चाहिए था, पर क्या हमने किसी ने किया ऐसा? കർത്താവ് ഈ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ഈ നോക്കുന്ന തെറ്റ് എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കേണ്ടിയ തെറ്റാണെങ്കിൽ ഞാൻ പിന്നെ അത് ചെയ്യുമോ? प्रभु के इस कहने का मतलब क्या है? अगर मैं जो गलती कर रहा हूं, वो गलती अगर ऐसी है जिसके कारण मुझे अगर आप अपनी आंख को फोड़ना पड़े, तो क्या वो गलती मैं दोबारा करूंगा? കർത്താവ് പറഞ്ഞിരിക്കുന്ന അതാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുകയാണെങ്കിൽ, അരുതാത്തത് കാണുവാനുള്ള മോഹം നിന്നിൽ വർദ്ധിച്ചു വരികയാണെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണം. കാരണം അല്ലായെങ്കിൽ നീ നരകത്തിൽ വീഴും പോകും എന്നുള്ള ബോധ്യത്തിലേക്ക് നീ കടന്നു വരുന്നത് കൊണ്ട് നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയത്തക്കവണ്ണം ഗൗരവത്തോടെ ആ വിഷയത്തെ, ആ പാപത്തെ നീ കാണണമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. प्रभु ये कह रहा है कि अगर तेरी आंख तुझे ठोकर खिलाती है, अगर तेरे मन के अंदर गलत चीज को देखने की इच्छा बढ़ती जा रही है, तो तेरे अंदर इस बात को गंभीरता से तुझे सोचने की जरूरत है कि ये तुझे नरक की ओर ले जाएगी। और जिस तरह से आंख को फोड़ना है, उतनी गंभीरता के साथ तू इसको ले, ताकि तू नरक में जाने से बच सके। ये है प्रभु के कहने का मतलब। സഹോദര സഹോദരി, ഈ അനുഭവത്തിൽ നമ്മൾ അനുദിനത്തിലേക്ക് വരികയാണെന്ന് വെച്ചോ, അത്രമാത്രം മോഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അത്രമാത്രം ടെംപ്റ്റേഷൻ നമ്മൾ വർദ്ധിക്കുമ്പോൾ, നമുക്ക് കഴിയത്തില്ല കർത്താവേ എന്ന് തോന്നുന്ന സമയത്ത് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീണ്ടും നിലവിളിക്കണം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, ഈ പാപത്തെ ജയിക്കുവാൻ, ഈ മോഹത്തെ ജയിക്കുവാൻ, ഈ ലോകത്തോടുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പണത്തോടുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, വലിയവനായി തീരണമെന്നും ശുശ്രൂഷ വലുതാക്കി തീർത്ത് മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കണമെന്നുള്ള അംഗീകാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കെയും മേൽ ജയം തരുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
जब ये लालसाएं आपके अंदर इतनी बढ़ जाती हैं, परीक्षाएं जब इतनी बढ़ जाती हैं, लोभ जब इतना बढ़ जाता है, तो आप प्रभु से कहें कि प्रभु मुझसे नहीं हो पा रहा है, मैं इस पर नहीं जीत पा रहा हूँ, इस दुनिया में नाम कमाने की इच्छा, इस दुनिया में बड़ा बनने की इच्छा, सेवकाई को बड़ा करने की इच्छा, इन सारी चीजों से प्रभु मैं निकल नहीं पा रहा हूँ, तू मुझे इसमें से छुटकारा दे, इस पर जीतने का एक अनुग्रह मुझे दे। ഈ കാലഘട്ടങ്ങളിലേക്ക് നോക്കിയേ, 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിയേ, കർത്താവിന്റെ ദാസന്മാര് ദാസിമാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. ശരിയായി അവർ കർത്താവിനെ ഭയപ്പെട്ട ദൈവദാസന്മാരാണെങ്കിൽ അവരൊക്കെയും ചെയ്തിരുന്നത് കർത്താവിന്റെ പാതയിലൂടെയാ പോയത്. ലോകത്തിന് അവരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞില്ല. സുഖ സൗഭാഗ്യങ്ങൾക്ക്, സമൃദ്ധിക്ക് അവരെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നയിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജീവിപ്പിക്കപ്പെട്ടവരുമായിരുന്നു. पहली सदी से लेकर आज तक परमेश्वर के उन दासों को आप देखिए जो सच्चाई से परमेश्वर के पीछे चलते थे, सुख सुविधाएं उनको अपनी ओर खींच नहीं पाए, दुनिया का धन या दुनिया का लोभ या दुनिया की लालसाएं अभिलाषाएं उनको अपनी ओर खींच नहीं पाए। वो प्रभु के मार्ग पर चलने वाले लोग थे, क्योंकि वो पवित्र आत्मा की सामर्थ्य से भरकर जीने वाले लोग थे, उसकी सामर्थ्य में चलने वाले लोग थे। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. अगले 5 मिनट में मैं अपने शब्दों को समाप्त करना चाहता हूँ। ഈ ചിന്ത പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് റോമാലേഖനം 7-ാം അധ്യായത്തില് 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുന്നത്. और ये सोच पौलुस की जिंदगी में आई, इसीलिए रोमियो की पत्री 7वां अध्याय उसके 15वें वचन से आगे कुछ वचनों को हम देखेंगे। 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചേ. 15 से 21 तक के वचन को हम पढ़ेंगे। जो मैं करता हूं उसको नहीं जानता, क्योंकि जो मैं चाहता हूं वह नहीं किया करता, परंतु जिससे मुझे घृणा आती है वही करता हूं। यदि जो मैं नहीं चाहता वही करता हूं, तो मैं मान लेता हूं कि व्यवस्था भली है। तो ऐसी दशा में उसका करने वाला मैं नहीं वरन पाप है जो मुझ में बसा हुआ है। क्योंकि मैं जानता हूं कि मुझ में अर्थात मेरे शरीर में कोई अच्छी वस्तु वास नहीं करती। इच्छा तो मुझ में है, परंतु भले काम मुझसे बन नहीं पड़ते। क्योंकि जिस अच्छे काम की मैं इच्छा करता हूं वह तो नहीं करता, परंतु जिस बुराई की इच्छा नहीं करता वही किया करता हूं। अतः यदि मैं वही करता हूं जिसकी इच्छा नहीं करता, तो उसका करने वाला मैं न रहा, परंतु पाप जो मुझ में बसा हुआ है। इस प्रकार मैं यह व्यवस्था पाता हूं कि जब भलाई करने की इच्छा करता हूं तो बुराई मेरे पास आती है। സത്യസന്ധനായ ഒരു ദൈവത്തിന്റെ ദാസൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായ ഒരു മനുഷ്യൻ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് നിലവിളിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കൊണ്ട് എനിക്ക് ചെയ്യുന്നത് തിന്മയാണ്. ഹല്ലേലൂയ, അനവധി മോഹങ്ങൾ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത്. परमेश्वर का एक सच्चा दास जो व्यवस्था के अनुसार निर्दोष था, वो प्रभु की उपस्थिति में आकर जो रोता विलाप करता है, उससे जुड़े हुए हिस्से को हमने यहाँ पर पढ़ा। वो प्रभु से कहता है कि प्रभु मैं भलाई करना चाहता तो हूं, पर मुझसे बन नहीं पड़ता, मुझसे जो बुराई मैं नहीं करना चाहता मैं वही करता हूं। लालसाएं अभिलाषाएं मेरे अंदर भरी पड़ी हैं। 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 24वें वचन में हम पढ़ते हैं, मैं कैसा अभागा मनुष्य हूं, मुझे इस मृत्यु की देह से कौन छुड़ाएगा। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാ: കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. കണ്ണുനീരോടുകൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ, എവിടെ നാം വീഴുന്നുവോ നമ്മുടെ വീഴ്ച ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് നിലവിളിക്കുന്നുവെങ്കിൽ, സ്വർഗം ഈ ഭൂമിയേക്കാൾ പ്രാധാന്യമുള്ളതായി നമ്മുടെ ജീവിതത്തിൽ തീരുന്നുവെങ്കിൽ, മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതം നമ്മുടെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയ ദൈവിക അനുഭവങ്ങൾ ഈ നാളുകളിൽ വെളിവാക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. भाई और बहनों, इन दिनों में हम प्रभु से ये प्रार्थना करें कि प्रभु अपनी आत्मा की सामर्थ से मुझे भर। अगर हम कहीं गिरते हैं, तो अगर हम उन कमियों को मानते हैं और प्रभु के सामने अगर अंगीकार करते हैं, उससे अगर कहते हैं कि अपनी सामर्थ से भर, तो इन दिनों में अगर हमारे लिए
स्वर्ग पृथ्वी से बड़ा बन जाता है, मुख्य बन जाता है, तो आने वाले दिनों में हमारी ऐसी पुकार अगर हम प्रभु के सामने रहेगी, ऐसी दुआ अगर रहेगी, तो आने वाले दिनों में हमारी जिंदगी, हमारी व्यक्तिगत जिंदगी और हमारा हमारा जो व्यवहार है वो आने वाले दिनों में कुछ अलग होगा और प्रभु के वचन के अनुसार हम आगे बढ़ पाएंगे। അങ്ങനെ നമുക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. अगर ऐसा हम करेंगे तो हम प्रभु की आज्ञाओं को मानने में समर्थ बनेंगे। अगर तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर नहीं है तो तुम कभी स्वर्ग के राज्य में प्रवेश नहीं करने पाओगे। കർത്താവിന്റെ സ്ഥലം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ വചനം ധ്യാനിപ്പാൻ ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് കൃപ തന്നല്ലോ കർത്താവേ. അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഹാലലി അങ്ങയുടെ ആത്മാവിനാൽ വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ ദാസനും അടിയനോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കൃപ പകർന്നല്ലോ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ടവണ്ണം കർത്താവെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുള്ള കൃപയും ജ്ഞാനവും കർത്താവ് അങ്ങയുടെ ദാസന് കൊടുത്തതിനായിട്ട് സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഒരു വലിയ ജനത്തെ അങ്ങയിലേക്ക് നേടുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ വരുന്ന കാലങ്ങളിൽ അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വൃദ്ധിനെ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന ദൈവദാസന്മാരെ ദാസിമാർക്കായി ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനം അനേകരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുവാൻ, ഹല്ലേലൂയ, ബലം പ്രാപിക്കുവാൻ, കർത്താവെ ധൈര്യം പ്രാപിക്കുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.